the waves, the sea, and on the road are you and me. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിക്കുന്നു. നീ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. നീ മനുഷ്യനെ സകല ജീവജാലങ്ങളുടെയും ഉപരിയായി സൃഷ്ടിക്കുകയും അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും എന്നറിൽ ചെയ്ത് ഏകാന്തതയിൽ നിന്ന് കൈപിടിക്കുകയും ജീവിതസഹിയെ നൽകി ആദ്യ വിവാഹം ആശീർവദിച്ചുവല്ലോ. ഇന്ന് ഞങ്ങളുടെ മകൾ നീ സ്ഥാപിച്ച വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ ദേവാലയത്തിലേക്ക് പോകുകയാണ്. വളരെയേറെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും തെരഞ്ഞെടുത്ത വിവാഹമെന്ന ദൈവവിളിയിൽ ജീവിതാന്ത്യം വരെ തുടരുവാൻ കർത്താവെ നീ അനുഗ്രഹിക്കണമേ. ആദിത്യന് ഹവ്വായെയും അബ്രാഹാമിന് സാറായെയും ഇസ്ഹാക്കിന് റബാക്കയെയും ജീവിതസഖിയായി നൽകി അനുഗ്രഹിച്ച ദൈവമേ, ഇന്ന് വിവാഹാന്തസ്സിൽ പ്രവേശിക്കാൻ പോകുന്ന ഞങ്ങളുടെ മകൾ നീ സഭയെ സ്നേഹിച്ചതുപോലെ സഭ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം വിശ്വസ്തത പുലർത്തുന്ന, താങ്ങും തണലുമാകുന്ന, ഊന്നും ഉറപ്പുമാകുന്ന പങ്കാളികളായി കുടുംബജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ച് വധുവരന്മാരെയും കുടുംബാംഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച ഈശോനാഥ, ഇന്ന് വിവാഹിതയാകാൻ പോകുന്ന ഞങ്ങളുടെ മകളെയും നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹനാഥ ദൈവമേ, നിന്റെ തൃക്കരം നീട്ടി ഈ മകളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ തലവനായ മാറിയോസേപ്പ്, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, സകല വിശുദ്ധരെ, ഇവരുടെ സ്വർഗീയ മധ്യസ്ഥരെ, ഇവരുടെ വിവാഹം ശുഭമായി തീർന്നു ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമായി തീരുവാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ പ്രാർത്ഥന പിതാവായ ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. മകളെ അബ്രാഹത്തെയും സാറയെയും ഇസ്ഹാക്കിനെയും റെബേക്കയെയും അവരുടെ സന്താനങ്ങളെയും അനുഗ്രഹിച്ച ദൈവം മാധുര്യമുള്ള ഈ ദാമ്പത്യ ജീവിതത്തിന് നിന്നെയും അനുഗ്രഹിക്കട്ടെ. ഇനി സ്തുതി വാങ്ങിക്കാം. Wherever you're going, wherever you've been, I'll follow you around every bend. Follow you into the dark, throw your hair on down like a falling star. Colors blur, memories fade. What we found just tends to stay. So hold to me and I'll hold on to you. We'll see the story through. Falling into a dream, swirling sounds, singing symphonies. You're all I hear and you're all I can see. I'll be by your side till golden bells they ring. I say, ooh.
follow you until the end. Follow you into the dark. Throw your hair on down like a falling star. One look at you, my whole life falls in line. I prayed for you before I called you mine. Oh, I can't believe it's true sometimes. Oh, I can't believe it's true. I get to love you. It's the best thing that I'll ever do. I get to love you. It's a promise I'm making to you. Whatever may come, your heart I will choose. Forever I'm yours, forever I do. I get to love you. I get to love you. The way you love, it changes who I am. I am undone. അനുഗ്രഹീതമായ വിവാഹകൂദാശയെ സംബന്ധിപ്പാൻ പ്രാർത്ഥനാപൂർവ്വം നാം ഈ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട മക്കൾ ലിനോയും നീനുവും വിവാഹമെന്ന കൂദാശയിലൂടെ പുതിയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പ്രാർത്ഥിച്ചൊരുങ്ങി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഇവർക്ക് ആശംസകൾ നേരുന്നതിനും നാം എല്ലാവരും ഇവിടെ ആയിരിക്കുന്നുവല്ലോ. നിങ്ങളെല്ലാവരെയും ഈ അനുഗ്രഹ കൂദാശയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വിവാഹകൂദാശയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഈ ഇടവകയുടെ മുൻ വികാരി കൂടിയായ വന്ദനായ ജോസഫ് കുരുമിലേത്ത് കോറപ്പിസ്കോപ്പയാണ്. സഹകാർമ്മികരായി ഇടവകയുടെ മുൻ വികാരിമാരായ വന്ദനായ ചാക്കോ തടത്തിലച്ഛനും റോബിനച്ഛനും നമ്മോടൊപ്പം ഉണ്ട്. എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും സന്തോഷത്തോട് ഇരു കുടുംബങ്ങളുടെയും പേരിൽ ഈ ഇടവകയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ കൂദാശയെ സംബന്ധിക്കാൻ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് മണവാട്ടിയുടെ കൂടെ തത്തമ്പള്ളിയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരെയും വകയാർ ദേശത്തേക്ക് സന്തോഷത്തോട് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്നു ചേർന്ന് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതൊരു കൂദാശയായതുകൊണ്ട് ദേവാലയത്തിലും ദേവാലയ പരിസരത്തിലുമെല്ലാം പ്രാർത്ഥനയുടെ അന്തരീക്ഷം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കൈകളിലുള്ളതായ മൊബൈൽ ഫോണുകൾ അത് സ്വിച്ച് ഓഫ് ചെയ്യുകയോ സൈലൻ്റ് മോഡിലാക്കുകയോ ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഫോട്ടോഗ്രാഫർമാർ വിവാഹകൂദാശയുടെ ശുശ്രൂഷയ്ക്ക് തടസ്സം വരാത്ത രീതിയിൽ ഒരു വശങ്ങളിലായി നിന്ന് ഇത് ചിത്രീകരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. പുതിയ ദേവാലയം നിർമ്മിക്കുന്നത് കൊണ്ടുള്ള താൽക്കാലിക ചാപ്പലിലാണ് നിങ്ങളായിരിക്കുന്നത്. നല്ല ചൂടുണ്ടെന്ന് അറിയാം. ഇത് ഒരു സഹനമായി ഏറ്റെടുക്കുക. ഈ ചൂട് മുഴുവൻ സഹിച്ചാണ് പ്രിയപ്പെട്ട തൊഴിലാളികൾ നമുക്ക് വേണ്ടി ഒരു ആലയം പണിയുന്നത് എന്നുള്ളതായ ചിന്തയും നമ്മുടെ ഈ സഹനം ദേവാലയ നിർമ്മാണത്തിന് അത് വലിയ അനുഗ്രഹമായിരിക്കുമെന്നുള്ളതായ ചിന്തയോടുകൂടെയും സന്തോഷത്തോടെ ഈ ദേവാലയത്തിനുള്ളിലായിരുന്ന് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. മലങ്കര ശ്രീയാനി കത്തോലിക്ക സഭയുടെ ആരാധനക്രമം അനുസരിച്ചുള്ള വിവാഹകൂദാശയാണ്. പരിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതല്ല. വിവാഹകൂദാശയിൽ തന്നെ 2 ശുശ്രൂഷകളായിട്ട് അത് ക്രമീകരിച്ചിരിക്കുന്നു. ആദ്യവസാനം പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് അനുഗ്രഹീതരാകുകയും ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും വകയാർ സെൻറ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിലേക്ക് സന്തോഷത്തോട് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധൻ 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 വീരനാമത്തിൽ
കർത്താവിൽ നമ്മുടെ മകനായ ലിനോ ഇതിന്റെ സമീപേ നിൽക്കുന്ന നീനു ഫ്രാൻസിസിനെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണ്. കർത്താവിൽ നമ്മുടെ മകളായ നീനു ഫ്രാൻസിസ് ഇതിന്റെ സമീപേ നിൽക്കുന്ന ലിനോ ബിപിരിപ്പിന് ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണ്. ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് ആരംഭവും ഞങ്ങളെ അനുഭൂതിയുണ്ടാകുന്ന അക്ഷയമായ സൗഭാഗ്യങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ഈടാക്കാകുന്നതിനാകണമേ. കാര്യപോലെ ഞങ്ങളുടെ നിങ്ങൾ നയിച്ച് ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിപ്പിക്കണമേ. നിന്റെ അധികങ്ങൾ ഞങ്ങളിൽ നിറഞ്ഞു കഴിയും. ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമാകുകയും ചെയ്യട്ടെ. ഇവിടെ വാഴുമ്പോഴും ഇവിടെ വാടി ശ്രേഷ്ഠമായി തീരണമേ. നിന്നോട് ആരോഗ്യത്തെ സാധിച്ചുള്ള സർവേശ്വരോടും കൂടെ അക്ഷയഭായം ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. പിതാവ് പ്രദക്ഷിണാത്മാവായി ദൈവമേ, നിരീക്ഷിതമായ സംഘങ്ങളും നിന്റെ വാത്സല്യഭാതികളുടെ ഗണങ്ങളും ചേർന്നുകൊണ്ട് ഞങ്ങളുടെ സ്നേഹത്തോടെ കർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സന്തോഷം ദക്ഷിണീ വൈദിക നൽകിയിടും മോതിരഘോഷകളെ സദയം വാഴ്ത്തുകയ്യ മോതിരമേ തിരുസഭയെ വശീക വധുവാക്കി പരിപാവന തരുതിരങ്ങൾ കൈക്കൊണ്ടാടവളും മോതിരമതിനം മതമോർത്തി നേടിയപ്പോ പാപവിമോചന മണിയാരും പ്രാപിച്ചിടട്ടെ വാഴ്ത്തുന്നു. പാടിയിടും താത്തായി നജറും കുരിശായ നിന്റെ സമാധാനം അന്യോന്യം സമർപ്പിതരായിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരരെ സംയോജിപ്പിക്കണമേ. ഇവരായുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുവാൻ
സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും തക്കവണ്ണം ഇവർക്ക് ഹൃദയ ഐക്യം നൽകണമേ. മോറൻ യോഗ്യരായി തീരണമേ. പുറജാതിന്റെ പുത്രിയെ സഭയായി തിരഞ്ഞെടുക്കുകയും സകലജനങ്ങളിൽ അവളെ തന്റെ നിർമ്മലത്താൽ പൗത്രീകരിക്കുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. അവൻ ഭൗതിക സഭയുമായി വിവാഹനിശ്ചയം ചെയ്ത് സ്വയം അവർക്ക് വരനായി തീരുകയും ശ്രേഷ്ഠമാക്കി കരുണാപൂർവം സഹായിക്കുകയും അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ സ്വീകരിക്കുകയും ചെയ്തു. നീ മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിന് ഉപരിസ്ഥനും അതീതനും സദാ നന്മകളിൽ സമൃദ്ധനും തിന്മകളിൽ നിന്ന് വിദൂരസ്ഥനും ആകുന്നു. നീ അനശ്വരമായി വെടിക്കുന്ന ഓരോനും അനാദിത്യമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനും ആകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധം നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളം കൊണ്ട് ദയോടെ അവളെ നിറയ്ക്കുകയും ചെയ്തു. മഹത്വത്തിന്റെ നീ അവളെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അവൾക്ക് നീ വിവാഹ നിശ്ചയം ചെയ്ത് അവളെ നിന്റെ മണവാട്ടിയാക്കി തീർത്തു. ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ നീ ചവിട്ടി ജയം നൽകുന്ന നിന്റെ തിരുശരീരവും തിരുരക്തവും അവൾക്ക് നീ മോതിരമായി വെടിപ്പോടെ നൽകുകയും നിന്റെ സന്തോഷ രശ്മിയാൽ അവളെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ദൈവീകദാനത്താൽ അവളെ നിന്നോടുകൂടെ വസിപ്പിച്ച് വിശുദ്ധ സ്നേഹന്മാർ മുഖേന പരിപൂർണയാക്കി. സ്ത്രീ പുരുഷന്മാരുടെ വിവാഹ നിശ്ചയം മോതിരത്തിൽ കൂടെ നിവൃത്തിയാകണമെന്നും വിവാഹ നിശ്ചയം ചെയ്തവരുടെ ആനന്ദം മോതിരത്തിൽ കൂടെ പൂർണ്ണമാക്കണമെന്നും നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവം
അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ കരുണാപൂർവം വാഴ്ത്തി ഇവരുടെ ബന്ധത്തെ വിശദീകരിക്കണമേ. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ വാഴ്ത്തിയ പ്രകാരം ദൈവിക ആശീസ്സുകളാൽ ഈ മോതിരങ്ങളെ വാഴ്ത്തണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനത്തിൽ പരിപൂർണരായി തീരണമേ. ഇവർ നിന്റെ അനുഗ്രഹം പ്രാപിച്ച് നിന്നെ പ്രയത്നിക്കുകയും തിരുവൻപാകനെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ ബഹുലേശുകാ നിന്റെ പ്രാഭവങ്ങൾക്ക് നേടിയവരായ ഞങ്ങളുടെ മധ്യസ്ഥതയാൽ നിന്റെ ദാസ പരസ്പരം വിവാദശയം ചെയ്ത് നിന്നെ അവിടെ ദാമ്പത്യത്തിന്റെ മധ്യസ്ഥനായി സ്വീകരിച്ചിരിക്കുന്നു. ഇവരിൽ നിന്ന് സുഹൃത്തുക്കളും വീശുവാനും ഇവർ തമ്മിൽ യഥാർത്ഥ സ്നേഹവും ശാന്തിയും സമാധാനവും ഐക്യമുണ്ടാകുവാൻ ഇടയാക്കണമേ. ആത്മാവിലും ശരീരത്തിലുള്ള നൈർമല്യം കാക്കുന്നതിന് അന്യോന്യം സഹായിക്കുവാൻ ഇവരെ ശക്തരാക്കണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. ആയിപ്പോഴും എല്ലായ്പ്പോഴും എന്നും നീക്കും തന്നെ. പിതാവിന്റെയും പുത്രന്റെയും ദൈവത്തിലേക്കുമായി ആശീർവദിക്കപ്പെടുന്നു.
നിന്റെ വിവാഹ ഉൾപ്പെടെ മോതിരത്തോടൊപ്പം കാരുണ്യവായ അവന്റെ കൃപയും അനുഗ്രഹവും നീ പ്രാപിക്കട്ടെ. നന്മകൾ നിറഞ്ഞതും വാഴ്വ് നൽകുന്നതുമായ നിന്നോടുകൂടെ ആയിരിക്കുകയും ആയുഷ്കാലം മുഴുവൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹ തന്റെ അനുഗ്രഹപൂർണ്ണമായ ദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടട്ടെ. വിശുദ്ധ സ്നേഹത്താൽ എന്ന പ്രകാരം വിശുദ്ധ ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് നിന്റെ വിവാഹ ഉടമ്പടിയുടെ മോതിരം നീ സ്വീകരിക്കുക. ആത്മശരീരങ്ങളുടെ ആരോഗ്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നമ്മുടെ കർത്താവ് അവന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും നീ സ്തുതി അർപ്പിക്കണം. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷിക്തൻ വഴി പൂർത്തീകരിച്ച ദൈവം അന്യോന്യം വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന ഈ മക്കളെ സത്യത്തിലും നീതിയിലും പൂർണ്ണരാക്കട്ടെ. തങ്ങൾ സ്വീകരിച്ച മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർ പ്രാപിക്കട്ടെ. കർത്താവ് സകല കപട സ്നേഹവും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹാഗ്നിയാൽ ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. ലില്ലി പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയിൽ തങ്ങളുടെ മനസാക്ഷിയെ നയിക്കുവാൻ ഇവർക്കിടയാക്കട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല പാതയെ നശിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെ റബേക്കായുടെ വിവാഹ നിശ്ചയം സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരുടെ ഉടമ്പടിയെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണമാക്കട്ടെ. മണവാളനെ തന്റെ വീണ്ടെടുപ്പ് വഴി ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ അക്ഷയമായ മനോഹര ഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടെന്നതിലധികമായി വിശുദ്ധിയുടെ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും സഹവാസവും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ സംസ്കരണത്തിനും ഉതകുവാൻ ദൈവമായ കർത്താവിടയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സന്തോഷകാലങ്ങളെയും നൽകണമേ. സുഹൃതങ്ങളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തുകയും ഇവരുടെ സന്താനങ്ങൾക്ക് അത് അവകാശമായി കൊടുക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ. വിജയപ്രദമായ സ്ലീബായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളെല്ലാവരിലും നിന്റെ കരുണ വർഷിക്കണമേ.
നിങ്ങളുടെ വേഗത്തിന് 30, 60, 100 മടങ്ങ് അവിടുന്ന് പദവിയിൽ നൽകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവ് ശ്രീ രാവും പകലും നിങ്ങളോട് സ്ഥിതി ചെയ്ത് ദുഷ്ട സൈനികൾ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. മറുപടിക്ക് മുദ്ര വെച്ചിരിക്കുകയാണ്. ഈ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിലനിൽക്കുവാൻ ഈ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തത് കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയാണ്. ഈ മണവാളനെ മണവാട്ടിയെ കുടുംബത്തിൻ്റെ രാജാവും രാജ്ഞിയുമായി കർത്താവ് അഭിഷേകം ചെയ്യുകയാണ്. ഈ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഇവർക്ക് നൽകപ്പെടുന്നു. യോഗ്യതയോടെ സ്വീകരിപ്പാൻ ഈ മക്കൾക്ക് വേണ്ടി തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യരാണവരുടെ ഞങ്ങളെ യോഗ്യരാക്കണമേ. അവരിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളോടൊപ്പം ശാശ്വത സന്തോഷത്തെ ഞങ്ങളെ ക്ഷണിക്കണമേ. അവരോടുകൂടെയും അവരുടെ ഞങ്ങൾ നിനക്കും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തേക്കും അർപ്പിക്കുന്നു. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച ദൈവമായ കർത്താവിൻ്റെ ആശീർവാദം ഈ മക്കളുടെ കുടുംബജീവിതത്തിലും ഉണ്ടാകണമേ എന്ന് അവരുടെ മധ്യസ്ഥതയിൽ കാർമികർ പ്രത്യേകമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവജനമെല്ലാം ഗായക സംഘത്തോട് ചേർന്ന് ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവ ദയ ചെയ്തിടണമേ എന്ന് ഇവർക്ക് വേണ്ടി പാടി പ്രാർത്ഥിക്കുകയും വധുവരന്മാരെ കുരിശു വരച്ച് ഈ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യും. Seri Marte, Tina
ആഹ്ലാദിക്കുകയും ചെയ്യുവാനാകണമേ. കർത്താവിനോട് അനുഗ്രഹങ്ങളും യാചിക്കണം. സ്തോത്രവും പ്രഭയും അനിശ്വരേഖലാതെ നേരത്തും യോഗ്യരായി തീരണമേ. നിധിരായ ഭാവേ സ്വർഗീയരും ഭൗമീകരും സ്തുതിക്കുന്നു. നീ അധികാരികളുടെ കിരീടം നിർമ്മിക്കുന്നവരാകുന്നു. നീ മോശിക്കുന്നവരെല്ലാം മോശിക്കപ്പെടുന്നു, ബന്ധിക്കുന്നവരെല്ലാം ബന്ധിക്കപ്പെടുന്നു. മണവാട്ടികൾക്കും കിരീടം പ്രദാനം ചെയ്യുന്ന നിനക്ക് ഈ മക്കളുടെ കിരീടമായി ഈ സമയത്തും നിങ്ങളുടെ ഇഷ്ടാനും മുഴുവനും സ്തുതിപ്പുവാനാരാധനയും എന്നേക്കും യോഗ്യമാകുന്നു. മഹോന്നതങ്ങൾ നിന്റെ പ്രാഭവത്തെ ഭയചകിതരാവുകയും ചെയ്യുന്നു. കർത്താവേ, ഔർണ്യവാദന്റെ കരുണയുടെ നിസ്സീമവാദങ്ങളുടെ സമൃദ്ധിയായി എളിയവരാങ്ങളുടെ സംസ്തുതികളിൽ നീ സന്തോഷിക്കുന്നു. ബലഹീനന്മാരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടത് നിന്നോട് യാചിക്കണമെന്ന് നീ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കൃപാദാനങ്ങളിൽ നീ സുഖനാകുന്നു. ശിഷ്യാരുടെ പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, ദേശാടനം ചെയ്യുന്നവരെയും നിന്റെ ശ്രേഷ്ഠാധികാര വിധേയരായി കഴിയുന്ന സ്ഥിരവാസികളെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവയുടെ നല്ല സംഗീതം പ്രാപിച്ചിരിക്കുന്ന ഈ ദാസരെയും മണിയിലേക്കിടണേ. എല്ലാ പ്രവർത്തനങ്ങളായി തീരുമാനങ്ങളെ നീ സഹായിക്കണമേ. ഇവിടെ പ്രയാണം നിന്റെ സത്യത്തിനോടെയാകുവാൻ നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ നയിക്കണമേ. സ്വർഗരാജ്യത്തിലെത്തിക്കുന്ന നിർബാധയിൽ സഞ്ചരിക്കുവാൻ ഇവർക്ക് നീ കൃപ നൽകണമേ. ആധ്യാത്മിക നിലവരങ്ങളിൽ തൽപരരും പാപമാകുന്ന മരണത്തിൽ നകന്നവരുമായി പാടയാകണമേ. ഇവർ ഒരുമിച്ച് ശപിക്കപ്പെട്ട സാത്താന്റെ ദാസത്തിൽ നിന്ന് ഓടിയകന്ന് നിന്റെ പരിശുദ്ധിയെ സമീപിക്കുവാൻ തക്കവണ്ണം ഇവിടെ ഹൃദയങ്ങളെ ഐക്യപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. രണ്ട് രാവിലെ നാം പ്രാപിക്കുമ്പോൾ
പൂർവം സ്വീകരിച്ച് നിന്റെ വിശുദ്ധ ലേഖനങ്ങൾ തലകുറച്ച് നിൽക്കുന്ന ഈ നിന്റെ ദാസരെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. കരുണാപൂർണമായ നിന്റെ വലത്തുകൈ ആവശ്യപ്പിക്കണമേ. ഞങ്ങളെല്ലാവരും നിന്റെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കാരുണ്യം ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും മിശിഹായോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പര വിധേയരായിരിക്കുകയും ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും എന്തെന്നാൽ മിശിഹായുടെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. മിശിഹാ തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയനായിരിക്കുന്നത് പോലെ ഭാര്യമാരെല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ വിശ്വാസമേ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താ വെള്ളമുള്ളതാക്കി ഇതവളെ കറിയോ ചുളിയോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്നപോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹാ സഭ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ കാരണത്താ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായി അവന്റെ സഭയെ കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ കർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭയഭക്തിയോടും ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമായ കർത്താവ് അതിനെ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ സുവിശേഷത്തിൽ നിന്ന് വന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി യേശുവിനെ സ്തുതികളും നാം എല്ലാവരിലും അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാകനിക മറിയാകുന്ന ശരീരം എടുത്തവരും ദൈവത്തിന്റെ ജീവനുള്ള വചനവും
നമ്മുടെ കർത്താവ് നിരക്ഷരമായ ശിഷ്യയുടെ ജീവിതകാലത്ത് വിപ്രകാരം പഠിപ്പിച്ചു. പരീക്ഷന്മാരടുത്ത് എന്നവനെ പരീക്ഷിച്ചോട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരു ബന്ധവരെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? യേശുപിരാൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവാധിപതിരെ അവരെ പുരുഷൻ സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏകശരീരമെന്ന് അവിടുന്ന് അലക്ഷ്യതുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആകയാൽ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് അവിടുന്ന് ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. എല്ലാവർക്കും അല്പസമയം ഇവിടെ ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ലിനോയും നീനുവും പരിശുദ്ധമായ വിവാഹ ബന്ധത്തിൽ ഒന്നായി വിളക്കി ചേർക്കപ്പെടുന്ന അനുഗ്രഹീത നിമിഷങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരിൽ ഒരാളായ MT വാസുദേവൻ നായർ തൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം എഴുതി വച്ചിട്ടുണ്ട്. 1983 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 55 വർഷം. അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന സമയത്ത്, കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് പഠനത്തിൻ്റെ ഭാഗമായി ആലുവ എറണാകുളം ഭാഗത്ത് FACT ഉൾപ്പെടെ ട്രാവൻകൂർ അയോൺസ് ഉൾപ്പെടെ അന്നറിയപ്പെടുന്ന ഫാക്ടറികൾ സന്ദർശിക്കുകയാണ് പഠനത്തിൻ്റെ ഭാഗമായിട്ട്. വിദ്യാർത്ഥികളെല്ലാവരുമുണ്ട്, കൂടെ അവരുടെ പ്രൊഫസറുമുണ്ട്. 2ാം ദിവസമായപ്പോൾ അദ്ദേഹം പ്രൊഫസറോട് പറഞ്ഞു, എനിക്ക് ഏറ്റവും അടുത്ത ഒരു ബന്ധു എറണാകുളത്തുണ്ട്, അവിടെ വരെ പോയി ഒന്ന് കണ്ടിട്ട് വരാൻ ദയവായി അനുവദിക്കണം. പ്രൊഫസർ സമ്മതിച്ചു. കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൂടി. അവർ ട്രെയിൻ കയറി എറണാകുളത്ത് വന്നു. അവരന്വേഷിച്ചു. ചങ്ങമ്പുഴയുടെ വീട് വിടാൻ തിരക്കി. രമണൻ എഴുതിയ ചങ്ങമ്പുഴയുടെ വീട് അത് എഴുതിയ കാലത്ത് കിട്ടാഞ്ഞത് കൊണ്ട് ഒരു രാത്രിയിലേക്ക് കൈയെഴുത്ത് പ്രതി കടം വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിലുള്ള എല്ലാവരെയും കൂടെ ചേർന്ന് അത് കൈകൊണ്ട് എഴുതിയെടുത്ത് ആസ്വദിച്ച ഒരു ഭവനത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ചങ്ങമ്പുഴയെ കാണാൻ പോവുകയാണ്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ചങ്ങമ്പുഴ താമസിക്കുന്ന വീട് എവിടെയാൻ തിരക്കി. ഒരു വയലിന് അടുക്കൽ കൂടി ചങ്ങമ്പുഴയുടെ വീട് വരച്ചെന്നു. അവിടെയൊക്കെ നോക്കി ഇതെല്ലാം കണ്ടിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ സ്നേഹിതൻ ചോദിച്ചു, ബന്ധുവാന്നല്ലേ പറഞ്ഞേ? അദ്ദേഹം പറഞ്ഞു, അതെ. അവിടെ കയറുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ചങ്ങമ്പുഴ നടന്ന മണ്ണിലൂടെ ഒന്ന് നടന്ന് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത്. ചങ്ങമ്പുഴ എൻ്റെ ഒരു ബന്ധുവേ അല്ല. പക്ഷെ ചങ്ങമ്പുഴ നടന്ന മണ്ണിലൂടെ ഒന്ന് നടന്ന് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത്. അവർ രണ്ടുപേരും തിരിച്ചുപോയി. പരിശുദ്ധ അമ്മയും പരിശുദ്ധ യൗസേപ്പും നടന്ന മണ്ണിലൂടെ നടക്കുവാൻ ഈ രണ്ടുപേര് ലിനോയും നീനുവും പരസ്പരം കൈകളിൽ പിടിച്ച് തമ്പുരാനെ ബലപ്പെട്ടുകൊണ്ട് മുന്നോട്ടിറങ്ങുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങളാണിത്. ഇവരുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന പുണ്യപ്പെട്ട നിമിഷങ്ങളാണിത്. എത്ര പ്രാർത്ഥിച്ചാലും ഇത് അധികമാവില്ല. എത്ര പ്രാർത്ഥിച്ചാലും ഇക്കാലത്ത് കുടുംബജീവിതം കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് അത് എളുപ്പമുള്ള കാര്യം എന്നിട്ട് ഒരുപാട് മഹാമിടുക്കന്മാർ തോറ്റുപോയൊരു മേഖലയാണ്. ദൈവാനുഗ്രഹം ഇവർക്ക് ഏറെ ആവശ്യമുണ്ട്. അത് നമ്മൾക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരും പരസ്പരം നന്നായിട്ട് പ്രാർത്ഥിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.
ഓരോ വിവാഹത്തിൻ്റെ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കാറുണ്ട്. എന്തോ ഒരു സമർപ്പണമായി ഇവിടെ നടക്കുന്നത്. ഈ പെൺകുട്ടി അവരുടെ അപ്പനെയും അമ്മയും വിട്ട്, സഹോദരങ്ങളെ വിട്ട്, ജനിച്ച വീട് വിട്ട്, നാട് വിട്ട്, സർവ്വതും വിട്ട്, സർവരെയും വിട്ട് ഈ ഒരു ചെറുപ്പക്കാരൻ എനിക്കൊരു ജീവിതം തരുമെന്ന് വിചാരിച്ച് 2 കൈയും വിട്ട് എടുത്ത് ഈ കൈകളിലേക്ക് ചാടുകയായി. ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ അപ്പനെ വിടുന്നില്ല, അമ്മയെ വിടുന്നില്ല, സഹോദരങ്ങളെ വിടുന്നില്ല, ജനിച്ച വീട് വിടുന്നില്ല, ജനിച്ച നാട് വിടുന്നില്ല. ജോലിക്കൊക്കെ പോകുന്നുണ്ടാകാം. പക്ഷെ ഈ പെൺകുട്ടി അങ്ങനെയല്ല. അസാധാരണമായ സമർപ്പണമാണ് ഇവിടെ നടക്കുന്നത്. അല്പം കഴിയുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിക്ക് ഈ മന്ത്രകോടി ഇട്ട് കൊടുക്കും. പുടവ കൊടുത്ത് നിന്നെ ഞാൻ സ്വന്തമാക്കുമെന്നാണ് കവി പാടിയിരിക്കുന്നത്. ഏത് പന്തൽ കണ്ടാലും അത് കല്യാണപ്പന്തൽ, ഏത് സ്വരം കേട്ടാലും അത് നാദസ്വരം വേണം. സന്തോഷം കൊണ്ട് നിറയുന്ന അവസരത്തിൽ ഈ പെൺകുട്ടിയിലേക്ക്, അവളുടെ കൈകളിലേക്കല്ല തലയിലേക്ക് ഈ മന്ത്രകോടി ഇട്ട് കൊടുക്കുകയാണ്. മന്ത്രകോടി ഇട്ട് കൊടുക്കുന്നതിന് 4 അർത്ഥങ്ങളാണുള്ളത്. 1, ഇന്ന് മുതൽ നിനക്ക് ആഹാരത്തിന് കുറവില്ല. 2, നിനക്ക് വസ്ത്രത്തിന് കുറവില്ല. 3, കയറിക്കിടക്കാൻ നിനക്കൊരു കൂര ഉറപ്പായും ഉണ്ടാകും. 4, ആകാശത്തിന് കീഴിൽ ഏത് കാര്യത്തിലായാലും നിന്റെ സന്തോഷവും സംതൃപ്തിയും കഴിഞ്ഞ് എനിക്കൊരു സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുമെന്ന് ഈ മന്ത്രകോടി ഇട്ടുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. ഏത് സമർപ്പണമാ വലുതെന്ന് ചോദിച്ചാൽ രണ്ടും ഒന്നുക്കൊന്ന് മെച്ചം. അസാധാരണമായ സമർപ്പണം ഇവർ നടത്തുന്ന ഈ അവസരത്തിൽ നമുക്ക് ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പറഞ്ഞു, മോതിരം വാഴ്ത്തിയിട്ട് കൊടുക്കുകയാണ്. ഞാൻ മിക്കവാറും എല്ലാ പ്രസംഗങ്ങളിലും പറയാറുണ്ട്, ഈ മോതിരം വിളക്കി ചേർത്ത് കഴിഞ്ഞാൽ അതിന് തുടക്കം എവിടെയാണെന്നോ ഒടുക്കം എവിടെയാണെന്നോ ആ വളയ മോതിരത്തിൻ്റെ തുടക്കവും ഒടുക്കവും പണിത് തട്ടാൻ വിചാരിച്ചാൽ പോലും കണ്ടുപിടിക്കാൻ ഒക്കില്ല. ഈ മോതിരം വാഴ്ത്തിയിട്ട് കൊടുത്തുകൊണ്ട് സഭ ഇവരോട് പറയുന്നത്, തുടക്കമോ ഒടുക്കമോ കൂടാതെ ഇവർ ജീവിതത്തിൻ്റെ അന്ത്യത്തോളം സ്നേഹിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ്. അതിരുകളോ അതിർത്തികളോ വ്യവസ്ഥകളോ ഇല്ലാതെ പരസ്പരം സമർപ്പിച്ച് തങ്ങളുടെ ജീവിതം ദൈവത്തിന് ഹിതകരമായി ജീവിക്കണമെന്ന് സഭ ഇവരെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ രാജാവും രാജ്ഞിയുമായി ഇവരെ അവരോധിക്കുകയാണ്. സൂചിപ്പിച്ചു, ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതമാണ്. പലപ്പോഴും ഞങ്ങൾ അച്ഛന്മാരോട് പറയാറുണ്ട്, നിങ്ങൾ അച്ഛന്മാർ എത്ര ഭാഗ്യവാന്മാരാണ്. പെണ്ണെ കെട്ടിക്കണ്ട, പ്രസവം എടുക്കാൻ പോകണ്ട, ആശുപത്രി പിള്ളേരെ കൊണ്ട് പോകണ്ട, യജമാ ഞങ്ങളുടെ കാര്യം അങ്ങനെയാണെന്നോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഓരോ ജീവിതത്തിനും അതിൻ്റെ ഭാരങ്ങളുണ്ട്. പക്ഷേ ദൈവം അതിനെ കൊടുക്കുന്ന കൃപയും അനുഗ്രഹവും ധാരാളമുണ്ട്. അത് ഏറ്റുവാങ്ങുവാനായി ശിരസും ഹൃദയവും ദൈവത്തിലേക്ക് ഇവരെ സമർപ്പിക്കട്ടെ. സുദീർഘമായ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല, നമ്മൾ ധാരാളം പ്രസംഗങ്ങൾ കേൾക്കുന്നതാണ്. ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ പതിപ്പ് തീർക്കാൻ ദൈവം ഇവരെ വിളിക്കുന്നു. നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിൻ്റെ അനുഭവം ഇകത്തിൽ തന്നെ അനുഭവിച്ച് ദൈവത്തോടൊപ്പം നിരന്തരമാകുന്ന വലിയ അത്ഭുതത്തിലൂടെ ഇവർ കടന്നു പോകുവാനിടയാകട്ടെ. ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ 2 കരങ്ങളും നീട്ടി ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി നല്ല മക്കളായി വളർത്തുവാൻ വേണ്ട കൃപയും ബലപ്രസാദവും പ്രാർത്ഥിക്കണമെന്ന് സഭ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇവിടെ വന്നിറങ്ങുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ നാമത്തിൽ, പ്രത്യേകിച്ചും എപ്പിസ്കോപ്പയുടെ നാമത്തിൽ, വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട കൈതോണച്ചൻ്റെ നാമത്തിൽ, എല്ലാ പുരോഹിത ശ്രേഷ്ഠരുടെയും ബന്ധുമിത്രാദികളുടെയും നാമത്തിൽ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിവഹിക്കപ്പെടുന്ന ശിരസുകളും ഇതാ ദൈവത്തിന്റെ ദൈവമായ പൂർണ്ണമായി
ശത്രുവിന്റെ സർവശക്തിക്കെതിരായി അജയമായ ആയുധത്തിനെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ോ
ആയുഷ്കാലമെല്ലാം സന്തോഷിക്കുവാൻ നിനക്ക് സംഗതിയാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും വിശ്വനാഥിലേക്കുമായി പിന്നെ ആശ്വദിക്കപ്പെടുന്നു. സഭയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും അന്യോന്യം സന്തോഷിക്കുവാനിടയാകട്ടെ. കരുണയുള്ള തന്റെ വലത്ത് കൈ നിങ്ങളുടെ മേൽ ആവസിപ്പിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽ കറുസായുടെ ചതിയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മാരകമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും, ഇസ്ഹാക്ക് യാക്കോബിലും, യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവീനെന്ന് നോഹയോടും മക്കളോടും കൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച വാഴ്വ് നിങ്ങളിൽ വസിക്കട്ടെ.
ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസലഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് യാക്കോബ് തന്റെ പുത്രനായ യൗസേപ്പിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായ് മലയിൽ ഇറങ്ങിയ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിക്കാം. പ്രിയ സഹോദരങ്ങളെ, നാം ഏവരും ദൈവത്തിനായിരിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസികളെ ദോഷിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളും തൽപരരും നല്ല കാര്യങ്ങൾ ഉത്സാഹികളായിരിക്കണമെന്ന് അവർ പ്രകടിപ്പിക്കുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാർ നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാനയായി പോകണമേ പരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ തിരുവീഴത്തിൻ്റെയും ശ്രീബായുടെയും വിശുദ്ധായ ദൈവത്തിൻ്റെയും ഈ സമൂഹത്തിന് ഭാഗ്യമാകുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിൻ. മനോഹരങ്ങൾ അറിയാത്തവരെയല്ല, അറിയുന്നവരുടെ ശരീരത്തിൽ നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ ന്യൂനം ഫലമേൽപ്പിക്കുന്നു. എനിക്ക് നിങ്ങൾക്ക് ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാനത് കുറ്റമില്ലാത്തവനായിരിക്കും. ഘട്ടകാലം സമാസനായാലും വിശ്വാസികളായാലും മണവാളിനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരെ ക്ഷണിച്ചവരിലും ദൈവത്തിന് അനുഗ്രഹങ്ങളും കാണി സ്വന്തമായി ആവശ്യിക്കുമാറാകട്ടെ. അനുഗ്രഹീതയും ദൈവമാതാവായ വിശുദ്ധമറിയാമനെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ചവരുടെ കൽപ്പനകളായ സർവീശ്വരോടെയും പ്രാർത്ഥന മുഖാന്തരം യേശുവിശയുടെ എല്ലാവരും എപ്പോഴും വസിക്കുവാനിടയാകട്ടെ. വിശ്വാസികളെ, ഈ അനുശാസനങ്ങൾ നിങ്ങളെല്ലാവരോടും ഉള്ളതാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ അവൾ സ്വജനങ്ങളെ വിട്ട് ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തി അവളോട് ദയാപൂർവം വർത്തിക്കണം. സ്വപ്രാണനെ പോലെ അവൻ അവളോട് വർത്തിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ കൊടുക്കണം. അവളും അവനെ യഥോചിതം പരിചരിക്കാൻ കടപ്പെട്ടവളാവുന്നു. സകലത്തിനും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടെ അവൾ അവൻ്റെ അടുക്കൽ പെരുമാറണം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ
ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധരുടെ സഹവാസവും ഭാരതയുടെ പേരും കുടുംബങ്ങളുടെ പേരും സന്നിധാനങ്ങളുടെ പേരും ഇന്ന് എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇടവാംഗങ്ങൾ കൂടിയായ ബഹുമാനപ്പെട്ട ശുഭവച്ചൻ, ബഹുമാനപ്പെട്ട സിബിഎച്ച് എന്നിവരോട് ഇരഭവനങ്ങളുടെയും ഇടവകയുടെയും പേരുള്ളതായി നന്ദി അറിയിക്കുന്നു. നമ്മുടെ മണവാളന്റെ പിതാവ് പ്രിയപ്പെട്ട ഫിലിപ്പച്ചായൻ ജനപ്രതിനിധിയായതുകൊണ്ട് നമ്മുടെ അടൂർ പ്രകാശ് സാർ ഉൾപ്പെടെ ധാരാളം പേര് ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവർക്കെല്ലാം ഫിലിപ്പച്ചായൻ തന്നെ ഹോളിൽ വെച്ച് പ്രത്യേകം നന്ദി പറയും എന്നതുകൊണ്ട് അവരെ ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇതിൽ സംബന്ധിക്കുവാനായിട്ട് കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ഇരഭവനങ്ങളുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ഇടവാംഗം കൂടിയായ ഫ്രാൻസിസിനും ടീമുകൾക്കും അഭിനന്ദനങ്ങളും നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. എല്ലാവർക്കും ഉച്ചഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ മെയിൻ റോഡിനോട് ചേർന്നുള്ള മേരി മാതാ കമ്മ്യൂണിറ്റി ഹാളിലാണ്. എല്ലാവരും ദയവായിട്ട് അവിടോട്ട് പോവുകയും ആ സർക്കാരത്തിൽ സംബന്ധിക്കുകയും ചെയ്യണം. ബഹുമാനപ്പെട്ട വൈദിക മന്ദിരത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അഭിവന്ദരായ വൈദിക സെക്രട്ടറി, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ, പ്രിയപ്പെട്ട ലിനു ഫിലിപ്പിൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി നീനു, എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് തമ്പുരാന്റെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കുക. ഫിലിപ്പുമായിട്ടുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വളരെ നാളുകൾ കൊണ്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഓടിയെത്തുക എന്ന് പറയുന്നത് എൻ്റെ കടമയും ഉത്തരവാദിത്വമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഓടി എത്തിയത്. പ്രിയപ്പെട്ട ഫിലിപ്പ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എല്ലാവർക്കും നന്മ ചെയ്യുവാനും എല്ലാവരോടും ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനും ഒക്കെ അവസരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ പുത്രൻ അതുപോലെ സഹധർമ്മിണി, ഇവർക്ക് രണ്ടുപേർക്കും എല്ലാ ആശംസകളും നേരുന്നു. നല്ല ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് അവർക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുമാറാകട്ടെ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. Tell me all the things you've done for love, all the things you've done for love. I'll hold tight to keep from cold. Tell you all the things I've done for love, all the things I've done for love. Darling, let's go walking down your favorite city street. Every little moment I feel myself sinking deep. For you, for you, for you. Darling, I'd do anything for you.
given it a purpose. Good afternoon, ladies and gentlemen, friends and loved ones. Welcome to Ninu's and Lino's wedding reception. I am Melita. And I am Deepak. We are your MCs for today. So നമ്മളിപ്പം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് let's listen to a good music, sit back and enjoy. So Lino and Ninu, a hearty congratulations from all of us. So ഇത് നിങ്ങളുടെ എല്ലാവരുടെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. ഈ ഫ്രെയിം ആക്ച്വലി കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മുടെ ഫാമിലിയും കൂടെ സ്റ്റേജിലേക്ക് കയറുകയാണ്. So First, let's welcome our bride's family. Ninu's father, late Mr. K.G. Francis, was a businessman, and her mother, Mrs. Jamol Joseph, is a homemaker. Her sister, Miss Neetu Francis, who is a nurse at London, is also with us on the stage. okay, so now let's invite the groom's family. Mr. M.V. Philip, the father of the groom, the member of Pramadam Grama Panchayat, and Miss Rosalie Anthony, retired high school teacher from Kidakekara St. Mary's Higher Secondary School. Also, we'd like to invite the groom's younger brother, Mr. Anto Philip, who is a petroleum engineer currently working in Kuwait. ഇന്നത്തെ ദിനം ഏറ്റവും അനുഗ്രഹീതമായി ആചരിക്കുന്നതിന് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കോന്നി വൈദിക ജില്ലാ വികാരി റെവറൻഡ് ഫാദർ വർഗീസ് കൈത്തോൺ കൂടി സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലോകത്തിന്റെ പ്രകാശമായി ഈശോനാഥന്റെ ദിവ്യ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് തിരി തെളിയിക്കുന്നതിനായി നവവധൂവരന്മാരെ അവരുടെ കുടുംബാംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഭക്ഷിച്ച ശേഷം നിങ്ങൾക്ക് സ്വയം പ്രാർത്ഥിച്ച് എഴുന്നേൽക്കാവുന്നതാണ്. ദൈവമായ കർത്താവേ, നിന്റെ കൃപയാൽ ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും ദയാപൂർവ്വം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആഹാരത്തെയും നിന്റെ കരുണയും ഓർത്ത് നിന്നെ സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരുമേ, എൻ്റെ മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഞാൻ ക്ഷണിച്ച അതിഥികളാണല്ലോ നിങ്ങളെല്ലാവരും. ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരോടുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്.
മുഖ്യമായി ഈ വിവാഹം ആശീർവദിച്ച വന്യ ജോസഫ് കുരുപ്പിലത്തച്ഛനോടും മറ്റ് സഹ വൈദികരോടും ഇതിനെല്ലാം എനിക്ക് താങ്കൾ നടലുമായി എന്നെ ബലപ്പെടുത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ വർഗീസ് കൈറോണത്തിനോടുള്ള നന്ദി ഈ അവസരം രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട അടൂർ പ്രകാശ് എം പി വിവാഹ സമയം ദേവാലയത്തിൽ വന്ന് ആശംസകൾ അർപ്പിച്ച് അദ്ദേഹത്തിന് വേറെ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് അദ്ദേഹം പോയി അടൂർ പ്രകാശ് സാറിനോടുള്ള നന്ദി ഈ അവസരം രേഖപ്പെടുത്തുകയാണ്. പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലും സെക്രട്ടറിമാരായ സജി കൊട്ടക്കാടും അതുപോലെ പ്രസന്നകുമാറും ഒട്ടനവധി നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ദീനാമ റോയിയും സഹപ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ മെമ്പറായിരിക്കുന്ന പഞ്ചായത്തിലെ എൻ്റെ പ്രിയപ്പെട്ട അംഗങ്ങൾ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പകയാർ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെയും കോന്നി ബാങ്കിൻ്റെയും ഒത്തിരി സ്ഥാപനങ്ങളിൽ നിന്ന് ഒട്ടനവധി സ്ഥാപനങ്ങളിലെ സാരഥികളെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 35 വർഷക്കാലമായി എന്നോടൊപ്പം പ്രവർത്തിച്ച അന്നു മുതലുള്ള മുൻ മെമ്പർമാർ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. വന്നു ചേർന്ന എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരം ഞാൻ രേഖപ്പെടുത്തുകയാണ്. സ്വാദിഷ്ടമായി ഭക്ഷണം നിങ്ങൾ സാവകാശം കഴിച്ച് തൃപ്തിപ്പെട്ട് മാത്രമേ പോകാവൂ എന്നറിയിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റോബിൻ പീറ്റർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻ രായ് സാർ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. എന്നോടൊപ്പം എൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്ന എലിസബത്ത് അബു ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. പള്ളിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രൊഫസർ ജോൺ സാർ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. കരഞ്ഞൂർ മണ്ഡലം കോൺഗ്രസിൻ്റെ പ്രസിഡന്റും പ്രസന്നകുമാറും ജോൺ ജോർജും എല്ലാം ഇവിടെ വന്നു ചേർന്ന് എല്ലാം ഒട്ടനവധി നേതാക്കന്മാർ, കോന്നി പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് ബാബു വെളിയത്ത് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരോടുള്ള നന്ദി ഈ അവസരം ഞാൻ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ മകൻ ലിനോ ഫിലിപ്പിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്ന എറണാകുളം കമ്പനിയിൽ നിന്ന് സഹപ്രവർത്തകരായ ഒത്തിരി സുഹൃത്തുക്കൾ വന്നു ചേർന്നിട്ടുണ്ട്. അവരോടുള്ള നന്ദി. ഇത്രയും ദൂരം വന്ന് ആശംസ അർപ്പിക്കാൻ വന്നു ചേർന്നതിന് അവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. And we'll never stop believing. Wanna ever have this feeling all for you. Oh, I do. Like a bluebird with a song.
sunrise that I see. Oh, when I wake, you're all I need. It's like I'm dreaming fast asleep. 'Cause I found a love that I just can't believe. Wanna love you like we're dreaming, and we'll never stop believing. Wanna ever have this feeling all for you. Oh, I do. Wanna dance like no one's watching. Wanna laugh until we're crying. Wanna love you like nobody's gotten to. Oh, I do. Wanna love you like we're dreaming, and we'll never stop believing. Wanna ever have this feeling all for you. Oh, I do. Wanna dance like no one's watching. Wanna laugh until we're crying. Wanna love you like nobody's gotten to. Oh, I do.
1,000 more. And all along I believed I would find you. Time has brought your heart to me. I have loved you for 1,000 years. I love you for 1,000 more. Don't need to calm down. Look all around us here. It's easy to see from down here. Fall not swinging in the glorious wind. Caught before I'm falling for us. Lightning struck the heavens, open walls and yours. Isn't it obvious? You were right in front of me. The answer, the answer. Silent on the dotted line, and their hands of authority now. All that's left now is time. Caught before I'm falling for us. Lightning struck the heavens, open walls and yours. Isn't it obvious? You were right in front of me. The answer, the answer. Isn't it obvious? You were right in front of me. The answer, the answer. Isn't it obvious? അങ്ങനെ ആ ദിവസം വന്നെത്തി. കുറെ കാലമായിട്ട് കാത്തിരുന്ന നീനുവിന്റെ വെഡിങ് അല്ലേ? ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങൾ ഒരു കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട്, നീനുവിന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പം നീനുവിന്റെ കൂടെ തന്നെ നീന അത്യാവശ്യം ടെൻഷനൊക്കെ ഉള്ള ഒരാളാണ്. അത്യാവശ്യം ഇങ്ങനെ നമുക്ക് പറക്കുന്ന കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഞങ്ങളും കൂടെ നിന്ന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. നല്ല രീതിയിൽ ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ. നീനു ആക്ച്വലി എൻ്റെ കൂടെ +1 +2 തൊട്ട് എനിക്കറിയാം നീനുവിനെ. അതിനുശേഷം വർക്കിൽ കയറിയപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സൈലത്തിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സിംഗിൾ ഹാൻഡിലി കോവിഡിൻ്റെ ടൈമിലൊക്കെ ഫിസിക്സിൻ്റെ ഒരു നെടുന്തൂണെന്നൊക്കെ പറയത്തില്ലേ, സൈലത്തിനെ പിടിച്ച് നിർത്തിയ ഒരു നെടുന്തൂൺ പോലെയായിരുന്നു നീനുവിൻ്റെ ഫാമിലി ലൈഫിലും. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതെ, ആ നെടുന്തൂണ് തന്ന പണിയിലൂടെയാണ് ഞാൻ അവളെ പരിചയപ്പെടുന്നത് തന്നെ. നീനു കൊണ്ടുവരുന്ന പണി മൊത്തം കിട്ടുന്നത് ഡിസൈനറായി എനിക്കാണ്. ഞാനത് ചെയ്ത് അങ്ങനെ 3 വർഷമായിട്ട് ഇപ്പോൾ അവളുടെ പണിയോട് എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സബ്ജക്ട് എക്സ്പെർട്ട് ഇവിടെ അവിടെ വരുന്നു. അങ്ങനെ ഞാൻ കണ്ടപ്പോൾ നീനു ഭയങ്കര സ്വീറ്റ്, ഭയങ്കര പാവം പിടിച്ച് അവളുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതിലിങ്ങനെ ചെയ്ത്, പിന്നെ ഓഫീസിൽ നിന്ന് കിടന്ന് എപ്പോൾ നോക്കിയാൽ അവൾക്ക് ഇങ്ങനെ ഇരുന്നാൽ മതി, അപ്പം കിടന്ന് ഉറങ്ങാൻ പറ്റും. ഫോട്ടോസ് അവളുടെ നമ്മുടെ കയ്യിലുണ്ട്. ഇല്ല, ഓഫീസിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആരോടും അതായത് സംസാരിക്കില്ല. അവൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോവാണെന്നുണ്ടെങ്കിൽ നേരെ പോവുക, അതേപോലെ തിരിച്ചു വരിക. എല്ലാത്തിനും അവള് നമ്മുടെ കൂടെ കട്ടയ്ക്ക് ഉണ്ടാവും. പക്ഷെ എല്ലാരും നോക്കുമ്പോ അയ്യോ നീനു ആള് സൈലന്റാ. അയ്യോ ഏതാണ് ആ കുട്ടി, പാവമാണല്ലോ, എന്താ ഒന്നും ചെയ്യാത്തതൊക്കെ ഉള്ള ഒരു ഭാവം. പക്ഷെ നമുക്കറിയാലോ ആളെങ്ങനെയാന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു ഇപ്പോൾ സൈലം തുടങ്ങിയ ഒരു 3-4 കൊല്ലത്തെ കോഴിക്കോട് ലൈഫിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഒരു ഫാമിലി തന്നെ. യെസ്, ഞങ്ങളുടെ ഫാമിലി തന്നെയാണ്. പുതിയൊരു ഫാമിലിയിലേക്ക് പോകുന്ന നീനുവിന് എല്ലാവിധ ആശംസകളും. അവളിപ്പോ ഉള്ള പോലെ തന്നെ ഇനി അങ്ങോട്ടും ഭയങ്കര സ്ട്രോങ്, ബോൾഡ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ
യെസ്, അതൊരു പോയിന്റാണ്. നീനു ഇസ് എ വെരി സ്ട്രോങ് ഇൻഡിപെൻഡന്റ് വുമൺ. കാരണം നമ്മൾ കണ്ടത് മീൻസ് അവളുടെ എല്ലാ കാര്യം അവള് തന്നെ അതെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് പ്രയോറിറ്റി കൊടുക്കുന്ന, എന്നാൽ സ്നേഹിക്കുന്ന, ലവിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എല്ലാത്തിനും. നീനു ആൻഡ് ലിനോ അല്ല നീനു ആൻഡ് ലിനോയ്ക്ക് ഓൾ ദി വെരി ബെസ്റ്റ്. Sunlight fell, it reminded me that life can be so gracious sometimes. And I felt like everything around me was connected somehow. At night I hear the rhythm of the ocean as it breaks on the shore. And I think about all the things that I am grateful for. And they say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through. Sometimes I get a little bit emotional when I see love unfold. Two hearts bound by reflections of the memories they'll forever hold. And they say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through. അത്യുന്ന സമയത്ത് വസിക്കുന്നതിനും സർവീസിന് കഴിയുന്നതിനും സർവീസിന്
ചേച്ചിയുടെ വെഡ്ഡിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച ദിവസമാണിത്. ഞങ്ങൾ കുഞ്ഞിലെ തൊട്ട് ഭയങ്കര വഴക്ക് വെടിയൊക്കെയായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം ഭയങ്കര ഇമോഷണലാണ്. ഞങ്ങൾ തമ്മിൽ ഇടിയാണെങ്കിലും ഭയങ്കര സ്നേഹമാണ്. അപ്പം ചേച്ചിനെ ഒത്തിരി മിസ് ചെയ്യും. പക്ഷേ ചേച്ചി വരും ഇടയ്ക്ക്. പിന്നെ ഞാൻ UK-ലാണ്. അപ്പം മാറി നിന്ന് പരിചയമുണ്ട്. പക്ഷെ എന്നാലും ഇന്നൊരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനൊരു ഫങ്ഷൻ വന്നപ്പോഴേക്കും ഭയങ്കര സങ്കടമായി. പക്ഷേ നല്ല ചെറുക്കനാണ്. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഞങ്ങൾ അധികം സംസാരിച്ചിട്ടില്ല. പക്ഷേ ചേച്ചിക്ക് ചേരുന്ന മാച്ചാണ്. ചേച്ചി കുറച്ച് ദേഷ്യക്കാരിയാണ്. പക്ഷേ ചേട്ടൻ കുറച്ച് പാവാന്ന് തോന്നുന്നു. നോക്കാം എങ്ങനെയാകും. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്.